ഹലോ, എല്ലാവർക്കും മൈക്രോബയോ ടിപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞു, അതിനെ പറ്റിയിട്ടാണ്. അപ്പം കാറ്റഗറി നമ്പർ 006/2024 പുതിയ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓപ്പണാണ്, അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് April 3. അപ്പം നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഈ ഒരു എക്സാമിന്. ഈ എക്സാമിൻ്റെ ഒരു പേ സ്കെയിൽ എങ്ങനെ ആയിരിക്കും, സിലബസ്, പ്രീവിയസ് ഇയറിലെ സിലബസ്, ഇക്വലൻസി, ആർക്കൊക്കെ ഇക്വലൻസി കിട്ടാൻ സാധ്യതയുണ്ട്, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇതൊരു ഗസറ്റ് വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 1-ാം തീയതിയാണ്, March 1 പോസ്റ്റ് പബ്ലിഷ് ആയിട്ടുള്ളത്. ഏകദേശം ഒരു 1 month ഉണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫുഡ് സേഫ്റ്റി ഓഫീസർ പേ സ്കെയിൽ 83,000 വരെ പോകുന്ന പേ സ്കെയിലുള്ളതാണ്. പക്ഷേ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്ററി ആണ്. കറക്റ്റായിട്ട് വേക്കൻസീസ് എത്രയെന്ന് കൊടുത്തിട്ടില്ല. അതെത്രയും ആകാം. യൂഷ്വലി ഇൻടേക്ക് കൂടാനാണ് സാധ്യത. പക്ഷേ മുൻ വർഷത്തെ ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്, 2025 വരെ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാം ഈ വർഷം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത വർഷം മാത്രം എക്സ്പെക്റ്റ് ചെയ്താൽ മതി. ഒന്നുകിൽ ഈ ഇയർ ലാസ്റ്റ് 2024 ലാസ്റ്റ് അല്ലെങ്കിൽ 2025 മാത്രമേ എക്സാം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. എങ്കിൽ കൂടിയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. പിന്നീട് നമ്മൾ പറയുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് 36, PSC ലാസ്റ്റ് യൂഷ്വലുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്കടുത്തത് നോക്കാനുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് കാണാം. ഫുഡ് ടെക്നോളജി, ഡെയറി ടെക്നോളജി, ബയോടെക്നോളജി, ഓയിൽ ടെക്നോളജി, അഗ്രികൾച്ചറൽ സയൻസ്, വെറ്റിനറി സയൻസ്, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇത്രയും സബ്ജക്റ്റുകളിലുള്ള ഡിഗ്രിയും അല്ലെങ്കിൽ പിന്നെ PG, മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി, മെഡിസിൻ ഒക്കെ ഡിഗ്രി, മെഡിസിനിലുള്ള ഡിഗ്രി, കേരളത്തിൻ്റെ അണ്ടറിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള മെഡിസിനിൽ ഉള്ള ഡിഗ്രി, കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ മെഡിസിനിലുള്ള ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി, ഇത്രയും സബ്ജക്റ്റ് ഉള്ളവർക്കാണ് ഡയറക്റ്റ് പോയിട്ട് ഇതാ പിടിച്ചോ എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടിയും ഇതിൽ പറയാത്ത പലതും ഇക്വലൻസി ലിസ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഡിഗ്രി ഇൻ ഫുഡ് ടെക്നോളജി ഉണ്ട്, ഡെയറി ടെക്നോളജി ഉണ്ട്, ബയോടെക്നോളജി ഉണ്ട്, ഓയിൽ ടെക്നോളജി ഉണ്ട്, അഗ്രികൾച്ചറൽ സയൻസ് ഉണ്ട്, വെറ്റിനറി സയൻസ് ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പം ഡബിൾ മെയിൻ വരുന്നവരുണ്ട്, ബോട്ടണി ബയോടെക്നോളജി, സുവോളജി മൈക്രോബയോളജി. ഇവർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇക്വലൻസിയുടെ കാര്യങ്ങൾ നോക്കാം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ BSc ഫുഡ് ടെക്നോളജിയുമായിട്ട് ഇക്വലൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സിലബസും പറഞ്ഞു പോകാം എന്നാണ് വെക്കുന്നത്. സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടുന്നില്ല. സിലബസും ഇവിടെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാം. BSc ഫുഡ് ടെക്നോളജിക്ക് ഇക്വലൻ്റ് ആയിട്ട് BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, എനിക്ക് തോന്നുന്നു MG യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ BSc ഫുഡ് സയൻസ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ എന്നും പറഞ്ഞാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. സോ അത് ഇക്വലൻ്റ് ആണ്. ദെൻ BTech ഫുഡ് ടെക്നോളജിയിലുള്ള BTech, ഫുഡ് എഞ്ചിനീയറിങ്ങിലുള്ള BTech, MSc ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, MSc ഫുഡ് ടെക്നോളജി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ്. ദെൻ BSc ഡെയറി ടെക്നോളജി അവിടെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളത് BTech ഡെയറി സയൻസ് ആൻഡ് ടെക്നോളജി, BTech ഡെയറി ടെക്നോളജി.
വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെയുള്ള ബിടെക് ഡെയറി ടെക്നോളജിയും ഇതിന് ഇക്വലൻ്റ് ആണ്. ദെൻ BSc ബയോടെക്നോളജിക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് ഏത് വരുന്നത്? ബോട്ടണി ബയോടെക്നോളജി ഡബിൾ മെയിൻ, ബോട്ടണി ബയോടെക്നോളജി കരിയർ റിലേറ്റഡ്, ബയോടെക്നോളജി BE ഇൻ ബയോടെക്നോളജി ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ ബയോടെക്നോളജി, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ അപ്ലൈഡ് സയൻസസ് ആൻഡ് ബയോടെക്നോളജി, അതും ഡബിൾ മെയിൻ ആണ്. MSc ബയോടെക്നോളജി ഇക്വലൻ്റ് ആണ്. ഇപ്പോൾ BSc ബോട്ടണി എടുത്ത് MSc ബയോടെക്നോളജി എടുത്ത ഒരാൾക്കും ഈ പോസ്റ്റിന് ഇക്വലൻസി വാങ്ങിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ആദ്യം ഓർക്കേണ്ടത് അപ്ലൈ ചെയ്യുക, പിന്നീടാണ് ഇക്വലൻസിയൊക്കെ വാങ്ങേണ്ടത്. ആ ഒരു അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇക്വലൻസി കയ്യിലുണ്ടായാൽ മതി. ഇപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യുക, പോസ്റ്റിന് അപ്ലൈ ചെയ്യുക. BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോടെക്നോളജി 5 ഇയർ കോഴ്സ് അത് പഠിച്ചവരും ഇതിന് ക്വാളിഫൈഡ് ആണ്. BSc അഗ്രികൾച്ചറൽ സയൻസിനോട് ഇക്വലൻ്റ് ആയിട്ടുള്ളത് BSc ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ, ഹോണേഴ്സ്, MSc അഗ്രികൾച്ചർ. BSc ബയോകെമിസ്ട്രിക്ക് BSc ഇൻഡസ്ട്രിയൽ ബയോകെമിസ്ട്രി അതിനോട് ഇക്വലൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ദാറ്റ് മീൻസ് ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുണ്ട്. BSc ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി. അത് പഠിച്ചിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. MSc ബയോകെമിസ്ട്രി, മെഡിക്കൽ ബയോകെമിസ്ട്രി, MFSc അക്വാകൾച്ചർ, MSc കെമിസ്ട്രി, അത് MSc അനലിറ്റിക്കൽ കെമിസ്ട്രി ആകാം, MSc അപ്ലൈഡ് കെമിസ്ട്രിയും ആകാം. രണ്ടും ഇക്വലൻ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് ഇക്വലൻസി ലഭിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഇതിനു മുമ്പ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു മെയിൻ സ്ട്രീംസ് ഉണ്ടല്ലോ, ഇപ്പം ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, ബയോടെക്നോളജി, അഗ്രികൾച്ചർ, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി, ഇത് ഏതെങ്കിലും സബ്ജക്റ്റിനോട് നിങ്ങൾ ഇതല്ല പഠിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പഠിച്ചു, ഡബിൾ മെയിനോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്കിതിന് നിങ്ങളുടെ കയ്യിൽ ഇക്വലൻസി ഉണ്ട്, അല്ലെങ്കിൽ കിട്ടും, ഇതിനു മുമ്പ് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഇക്വലൻസി വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. BSMSനോട് BSc MSc ഇൻ്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസ് പഠിച്ചവർക്കും, അതായത് 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് ബയോളജിക്കൽ സയൻസ് എന്ന് പറയുന്ന കോഴ്സ് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. മാസ്റ്റേഴ്സും ബയോളജിക്കൽ സയൻസ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ കുറേ പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. നിങ്ങളുടെ എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻ്റായിട്ട് ചെയ്താൽ മതി, ഞാനതിന് ആൻസർ തരുന്നതായിരിക്കും. സോ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളിലും ഇക്വലൻസി വാങ്ങിച്ച് പലരും, ഇപ്പോൾ ബോട്ടണി ബയോടെക്നോളജി എടുത്തവരൊക്കെ ഇക്വലൻസി വാങ്ങിച്ച് അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുണ്ട്. കെമിസ്ട്രിയിൽ തന്നെ അനലിറ്റിക്കൽ കെമിസ്ട്രി, MSc അനലിറ്റിക്കൽ കെമിസ്ട്രിയൊക്കെ കിട്ടിയ ആളുകൾ, പഠിച്ചിട്ടുള്ള ആളുകളൊക്കെ ഇക്വലൻസി വാങ്ങിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റുകളിൽ. ഓക്കെ, അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഇക്വലൻ്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷനിൽ പറയാൻ പറ്റുന്നത്. ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം. ഇത് മുൻ വർഷത്തെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, വെറ്റിനറി സയൻസ്, ഫുഡ് സേഫ്റ്റി ആൻഡ് അലീഡ് ലോസ്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്, മൈക്രോബയോളജിക്കൽ, ബയോടെക്നോളജിക്കൽ ആൻഡ് മെഡിക്കൽ ആസ്പെക്ട്സ്, അഗ്രികൾച്ചറൽ സയൻസ്. ഇപ്പം നമ്മളുടെ ഈ ഒരു ഇപ്പം നടക്കുന്ന എക്സാമുകളിലൊന്നും ഇങ്ങനത്തെ ഒരു ടെക്നിക്കൽ പോസ്റ്റുകളിലൊന്നും ഈ GK ജനറൽ ഇംഗ്ലീഷ് ഒന്നും വരാൻ സാധ്യതയില്ല. സോ അപ്പോൾ നമുക്ക് ഇത് സബ്ജക്റ്റിൽ നിന്ന് വരുന്നത് ഇത്രയും ഒരു ഏരിയയാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത് 15 മാർക്കിന് ചോദിച്ചിരിക്കുന്നത് ഫുഡ് ടെക്നോളജി, ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ്, ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി ആൻഡ് ഫുഡ് അനാലിസിസ്. ഈ 3 ഏരിയയാണ്
ഏറ്റവും കൂടുതൽ മാർക്കിന് 45 മാർക്സിനാണ് ഈ 3 ഏരിയയും കൂടി ചോദിച്ചിരിക്കുന്നത് ഇതിന് മുമ്പ് വന്നിരിക്കുന്ന സിലബസിൽ. സോ ഏകദേശം ഇതേ ഒരു രൂപത്തിലുള്ള സിലബസ് ആയിരിക്കാം, ചിലപ്പോൾ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സിലബസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നീട് 10 മാർക്കിന് മൈക്രോബയോളജി, ബയോടെക്നോളജി, മെഡിക്കൽ ആസ്പെക്ട്സ്, അതായത് ഫുഡ് ബോൺ ഇൻഫെക്ഷൻ, ഫുഡ് പോയ്സണിങ്, ഫുഡ് ഹാൻഡ്ലേഴ്സ്, ആൾട്ടറേഷൻ, സാനിറ്റേഷൻ ഓഫ് ഈറ്റിംഗ് പ്ലേസസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മൈക്രോബയോളജി, ബയോടെക്നോളജി ഏരിയ, മൈക്രോസ്കോപ്പി, സ്റ്റെയിനിങ്, കൾച്ചർ ടെക്നിക്ക്, സ്റ്റെറിലൈസേഷൻ, കൾച്ചർ മീഡിയ, ഇതെല്ലാം ഈ ഒരു മൈക്രോബയോളജി ഈ ഒരു മൊഡ്യൂള് മൈക്രോബയോളജിസ്റ്റ്, ബാക്ടീരിയോളജിസ്റ്റ് പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവർക്കും പഠിക്കാനുള്ളതാണ്. സോ ഇതിൽ മൈക്രോബയോളജി പഠിച്ച ഒരാൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു ഏരിയയിലുള്ള ഒരു മൈക്രോസ്കോപ്പി മുതൽ ഡിസീസസ്, ഈ ഒരു ഏരിയ മുഴുവൻ ഈ മൈക്രോബയോളജിസ്റ്റിൻ്റെ സിലബസിലുള്ളതാണ്. നമ്മളിവിടെ മൈക്രോബയോളജിസ്റ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ബേസിക് മൈക്രോബയോളജിയിലുള്ള, ജനറൽ മൈക്രോബയോളജി എന്നുള്ള ഈ മൈക്രോസ്കോപ്പി, സ്റ്റെയിനിങ്, കൾച്ചർ ടെക്നിക്ക്, സ്റ്റെറിലൈസേഷൻ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ വീണ്ടും പഠിക്കേണ്ട കാര്യം വരുന്നില്ല. ഏകദേശം ഒരേപോലെയാണ് സിലബസിൽ പോകുന്നത്. അതേപോലെ തന്നെ കെമിസ്ട്രി പഠിച്ച ഒരാൾക്കും അല്ലെങ്കിൽ ബയോകെമിസ്ട്രി പഠിച്ച ഒരാൾക്കും വളരെ ബയോകെമിസ്ട്രിയുടെ പോസ്റ്റുകളിലൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം സയൻറ്റിഫിക് ഓഫീസറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടായിരിക്കാം. സോ അവരൊക്കെ പഠിച്ചു പോകേണ്ട ആ ഒരു കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, പ്രോട്ടീൻ, ഫൈബർ, വൈറ്റമിൻ, ആ ഒരു ഏരിയയൊക്കെ കവർ ചെയ്തിട്ടാണ് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി എന്ന് പറയുന്ന പോർഷൻ വന്നിരിക്കുന്നത്. സോ ഇതിൽ നമുക്ക് ഒരു ഭയങ്കര ആഴത്തിൽ പഠിക്കേണ്ടതും വീണ്ടും വീണ്ടും പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് അലൈഡ് ലോസ് ആണ്. ദെൻ അഗ്രികൾച്ചറൽ സയൻസിൽ നിന്ന് 5 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെയറി ടെക്നോളജിയിൽ നിന്നും 5 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട്. വെറ്റിനറി സയൻസിൽ നിന്നും 5 മാർക്സിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഡെയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെയൊക്കെ എക്സാമിനൊക്കെ വേണ്ടി പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ഈ ഡെയറി ടെക്നോളജിയിലും വെറ്റിനറി സയൻസസിലൊക്കെ വരുന്ന ഏരിയ ഓൾറെഡി അവിടെ ആ സിലബസിൽ കുറേയൊക്കെ മുഴുവനല്ല, കുറച്ചൊക്കെ നമ്മളവിടെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു സിലബസാണ് ഇവിടെ വീണ്ടും വന്നിരിക്കുന്നത്. സോ ഓവറോൾ ഇത്രയൊക്കെയാണ് സിലബസിൽ കൊടുത്തിരിക്കുന്നത്. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. നമുക്ക് എക്സാം എന്തായാലും ഈ ഒരു ഇയർ ലാസ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ. കാരണം ഇതിന് മുൻപുള്ള ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. ഇതിന് മുമ്പ് നടന്ന എക്സാമിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒത്തിരി ആളുകളെ എടുത്തിട്ടുണ്ട്. സോ ഒരു വലിയൊരു വൈഡ് സ്കോപ്പാണ് നമ്മുടെ മുമ്പിലുള്ളത്. പഠിക്കാൻ ഒത്തിരി സമയമുണ്ട്. നമ്മുടെ ചാനലിൽ കൂടെ മൈക്രോബയോളജിസ്റ്റിൻ്റെ ക്ലാസ്സസ് ഓൾറെഡി ഫ്രീ ക്ലാസ്സസ് പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഫുഡ് ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ക്ലാസ്സസും കൊണ്ടുപോകാനാണ് ട്രൈ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആ ബേസിക്സ് ഉണ്ട്. മൈക്രോബയോളജി ഏരിയയിലെ ക്ലാസ്സസ് ഓൾറെഡി മൈക്രോബയോളജിസ്റ്റിൻ്റെ പ്ലേലിസ്റ്റിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 15 ക്ലാസ്സോളം 2 ഷോർട്ട് വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരു 15 ക്ലാസ്സസ് ക്വസ്റ്റ്യൻ ആൻസറും ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്കും നമ്മളുടെ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.